പന്നൂരിലും ഒരു CTC ഇനിയും വരും. കാരണം എന്താ വെച്ചാല് അവിടെ നമുക്ക് അഭിമാനത്തോടെ പറയാം. കാരണം നമ്മളെ പുറത്ത് എവിടെയോ ദൂരെ എങ്ങാനോ അല്ല നമ്മളൊരു CTC പറഞ്ഞത്, നമ്മുടെ പന്നൂര് നാട്ടിൽ തന്നെയാണ് CTC പറഞ്ഞത്. എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളതും ഞങ്ങൾക്കൊക്കെ അറിയാം. ഉമർ ഉസ്താദ് എങ്ങനെ ആയിരുന്നു പണ്ടത്തെ കാലത്ത്, അവരെ ജീവിത ശൈലി എങ്ങനെ ആയിരുന്നു, അവരെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെ ഫാമിലി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോ ആ ഒരു കമ്പനിയിലാണ് ഉമർ ഉസ്താദിന് കിട്ടിയ 10 അക്ക നമ്പർ എന്നാണ് എനിക്കും കിട്ടിയത്. അതേപോലെയുള്ള അക്കത്തിന് മാറ്റം ഉണ്ടാവും എന്നല്ലാതെ ആ കമ്പനിയാണ് അതുപോലെയുള്ള 10 അക്ക നമ്പർ എന്നാണ് എനിക്കും കിട്ടിയത്. അപ്പോ ഇന്നില്ലെങ്കിൽ നാളെ തന്നെയെങ്കിലും ഞാനും എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങാനുള്ള ഒരു അവസരം നമുക്ക് ഉമർ ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഉമർ ഉസ്താദിനാണ് ഞാൻ അന്ന് എന്താക്കിയത്, അളന്നത്. എന്ത്? ഉമർ ഉസ്താദ് പറഞ്ഞിട്ട് അപ്പം ബിസിനസ് കയറിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ എനിക്ക് വന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ആരാണോ ബിസിനസ് പറയുന്നത് എന്നല്ല. ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി, അവിടെ അവരെ ലീഡർ ക്വാളിറ്റിയിൽ ഉണ്ടോ, അവരൊരു ബിസിനസ്സിൽ ആത്മാർത്ഥമായി ഏറ്റെടുത്ത ഒരു വ്യക്തിയാണോ, ബിസിനസ് കമ്പനി എങ്ങനാണ്, പ്ലാൻ എങ്ങനാണ്, പ്രൊഡക്റ്റ് എങ്ങനാണ് എന്നൊക്കെ നമ്മൾ അവരിൽ നിന്നൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ആളെ അളക്കാതിരിക്കുക. കാരണം നമ്മളിപ്പോ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. നമ്മൾ ഉമർ ഉസ്താദിന്റെ നാട്ടിലാണ് ഈ ഒരു കമ്പനിയിൽ ഐഡിയ അടിച്ച് വന്നിട്ട് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ 4 വർഷമായിട്ട് ചില ആളുകൾ ചിന്തിക്കും DTC ആയിട്ടേ ഉള്ളൂ മേഡം. പക്ഷെ അവിടെ നമുക്ക് വരുന്ന തെറ്റുകൾ എന്താന്ന് വിചാരിച്ചാല്, ഞാൻ മുൻപ് പല കമ്പനികളിലും ഐഡിയ അടിച്ച് ഒരു വർക്ക് ചെയ്ത ആളാണ്. ഞാൻ ചെയ്യാത്ത കമ്പനി ഇല്ല. ലാസ്റ്റാണ് നമ്മളെ കമ്പനിയിൽ എത്തിപ്പെടുന്നത്. അപ്പോ എല്ലാ കമ്പനിയും ഒരുപോലെ ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ ഉമർ ഉസ്താദ് തുടക്ക സമയത്ത് ദൂതന്മാരെ വിടുന്ന പോലെ പന്നൂരിൽ നിന്നും കുറെ ആളുകളെ എൻ്റെ അടുത്തേക്ക് ഐഡിയ അടിക്കാൻ വേണ്ടി വിട്ട സമയത്തൊന്നും ഞാൻ എന്തായില്ല, അതിലേക്ക് പോയിട്ടില്ല. ഉമർ ഉസ്താദ് വന്ന സമയത്തും എന്നെ ഉമർ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് ഒക്കെ ഇതുപോലെ ഷോക്കേസിൽ വെച്ച പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു തന്നു. മാഡം ഇത് ചെയ്താൽ അങ്ങനെ ഉണ്ട്, കാര്യമുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്തും ഞാൻ അവിടെ ഉമർ ഉസ്താദിന് അളന്നു പോയി. കാരണം എന്ത് വെച്ചാല് ഈ ഒരു ഓട്ട പനിയനോട്ട് നിൽക്കുന്ന ഒരു സാറ് MLM പറഞ്ഞിട്ടാണോ ഞാൻ വിജയിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ധാരണ എൻ്റെ ഉള്ളിൽ കടന്നുപോയി. അത് ഇതിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാല് നമ്മൾ ഓരോ ആളുകളെയും അളക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം നമ്മൾ ബിസിനസ് പറയുന്ന ആളുകൾ അളക്കരുത് എന്നുള്ളതാണ് അതിൽ ഇനി എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഉമർ ഉസ്താദിൽ വന്ന സമയത്ത് തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ മസ്ന മാഡം ഇങ്ങനെ ഒരു ബിസിനസ് ആണിത്, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, മോക്ക് മാറിയതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറൊരു കമ്പനിയിൽ പോയി ഐഡിയ അടിച്ചത്. കാരണം ഞാൻ ഉമർ ഉസ്താദിനെ അളന്നു. ഇങ്ങനെ ഒരു കൊലായിൽ ഒരു നിരമ്പലിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ ഉമർ ഉസ്താദിനെ പറ്റി കാണല്. അപ്പൊ ഒരു നല്ലൊരു ബനിയന് പോലും ഉസ്താദിനില്ല. വെറും ഒരു ഓട്ട ബനിയനിട്ട് ഇരിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഉമർ ഉസ്താദിനെ കാണുന്നത്. ഞാൻ 2026 കൊല്ലമായി ഞാൻ ഉമർ ഉസ്താദുമായിട്ടുള്ള ഒരു പരിചയമുള്ളത്. അപ്പൊ അങ്ങനെ ഉമർ ഉസ്താദിന്റെ കൂടെ ഐഡിയ അടിച്ചാൽ ഞാൻ എവിടെ എത്തൂല എന്നുള്ള ഒരു തോന്നലായിരുന്നു എൻ്റെ തോന്നല്, തെറ്റിദ്ധാരണ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറെ ഞാൻ വേറെ ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്യുകയും എൻ്റെ ഷോപ്പ് പന്നൂരങ്ങാടിയിൽ ട്രഡീഷണൽ ബിസിനസ്, റെഡിമെയ്ഡ് ഷോപ്പ്, ഫുഡ്വെയർ, സ്റ്റിച്ചിങ് എല്ലാം കൂടി ആയിട്ട് ഞാൻ 14-15 വർഷത്തോളം ആ ഒരു മേഖലയിലായിരുന്നു. ആ ഒരു സമയത്താണ് ഉമർ ഉസ്താദ് എന്നെ ദൂതന്മാരെ വിടുന്ന മാതിരി എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഷോപ്പിലേക്ക് ആളുകളെ പന്നൂരിൽ നിന്ന് ഐഡിയ അടിച്ച് കയറിയ ആളുകളായിരിക്കും. ഹസീന മേഡത്തിനെ നോക്കിക്കോളി എന്ന് പറഞ്ഞ് കുറെ ദൂതന്മാരെ വിട്ടിരുന്നു. പക്ഷെ അവിടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, MLM ചെയ്യാണ് എങ്കിൽ ഞാൻ പല കമ്പനി, മോദിക്കോർ പോലത്തെ RCM, വെസ്റ്റീജ്, അറ്റോമി, ഇതൊക്കെ അറ്റോമി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ഒരു കമ്പനിയിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡിയ അടിച്ച് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് ആ കമ്പനി പോലെ തന്നെ ആയിരിക്കും ഈ ഒരു കമ്പനി എന്നുള്ളൊരു, അതുകൊണ്ട് ആരെ പറഞ്ഞയച്ചാലും ഞാനില്ല എന്നുള്ളൊരു വാക്കായിരുന്നു ഞാൻ പറയല്. പക്ഷെ അവിടെയാണ് ഒരു ദിവസം നമ്മുടെ റഷീദ് സാറ്
എന്റെ ഷോപ്പിന്റെ അടുത്ത് ഒരു അക്ഷയയിൽ വന്നതാ. എന്നപ്പോ അവിടെ ഉമർ ഉസ്താദ് റഷീദ് സാറോട് പറയാണ്, ഇവിടെ ഒരു പുലിക്കുട്ടി ഉണ്ട്, കിട്ടിയാല് നിങ്ങൾ രക്ഷപ്പെടൂ എന്നുള്ളതാണ് റഷീദ് സാറോട് ഉമർ ഉസ്താദ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ലീഡേഴ്സ് പറയുന്നുണ്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കണം, എന്നിട്ടേ നമ്മൾ ബിസിനസ് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. എൻ്റെ അടുത്ത് ആദ്യ ആഴ്ച ദൂതന്മാരൊന്നും എന്തല്ല, അവരൊരു ലീഡർ ക്വാളിറ്റി ഇല്ല. അതേസമയം റഷീദ് സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് ബിസിനസ് പറയാൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ റഷീദ് സാർ ഉത്തരം തന്നു. ആ ഉത്തരം തന്ന സമയത്ത് എനിക്ക് എന്ത് മനസ്സിലായി, ഞാൻ കുറെ MLM ചെയ്തതായത് കൊണ്ട് ഇതൊരു നല്ലൊരാളാണ്, നല്ലൊരു വ്യക്തിയാണ്, ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സമയത്ത് ഞാൻ എടുത്തു ചാടിയൊന്നും ഞാൻ ചെയ്യാന്നൊന്നും പറഞ്ഞില്ല. കാരണം എന്റെ മനസ്സിൽ ഞാൻ വെച്ചു ഇത് നല്ലൊരു വ്യക്തിയാണ്, ഇത് ആളെ കൂടെ കയറിയാൽ ചിലപ്പോൾ ഞാനും രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ പിന്നെ വലിയ നിരന്തരം എന്റെ ഷോപ്പിൽ വരവായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒന്ന് ചെയ്തു കൊള്ളാന്ന് വിചാരിച്ചിട്ട് എന്റെ ഷോപ്പിൽ ഫുള്ള് ഷോക്കേസിൽ മോദി കെയറിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ആ സമയത്താണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ ഐഡിയ അടിച്ച് വരുന്നതും. ഐഡിയ അടിച്ച് വന്നതോടുകൂടി തന്നെ ഞാൻ ആ പ്രൊഡക്റ്റുകളൊക്കെ മോദി കെയർ ചെയ്യുന്ന കോട്ടക്കൽ നിയാസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവർക്ക് എന്ത് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഒക്കെ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. എന്റെ ഷോക്കേസിലേക്ക് എന്റെ ലീഡർ എന്താണോ പറഞ്ഞത്, റഷീദ് സാർ ഉമർ ഉസ്താദ് എന്താണോ പറഞ്ഞത് അനുസരിച്ച് എനിക്ക് അന്ന് എന്റെ ഒരു കോൺഫിഡന്റ്, എനിക്ക് ഒന്നുമില്ല എങ്കിൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്ലാനാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു പ്ലാന് കേട്ട സമയത്ത് എനിക്ക് പ്ലാനിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് പെട്ടെന്നൊന്ന് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്തു. ആ പ്രൊഡക്റ്റ് എടുത്തതിൽ രാവിലെ എന്നും ഈ ഒരു മോർണിംഗ് മീറ്റിന് വേണ്ടി പാവം എൻ്റെ ഉമർ ഉസ്താദിനെ ഞാൻ കുറെ ശപിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ കൂടെ തന്നെ പറയാണ് പൊരുത്തപ്പെട്ട് തരണം എന്നുള്ളത് അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്. കാരണം രാവിലെ എണീക്കാൻ സൂം കയറാൻ വേണ്ടിയിട്ട് 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തും. റഷീദ് സാർ ഉമർ ഉസ്താദും വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേന്ന്. കാരണം ഒരു ഫോണിലേക്ക് ഒരു രാവിലെ തന്നെ ബെല്ല് വരുന്ന സമയത്ത് ഏതൊരു വ്യക്തികളായാലും ചിന്തിച്ചു പോകും. നമ്മളിപ്പോ പഠിക്കുന്നുണ്ട്, നമ്മളെ കൂടെ വന്ന ആളുകളെ സൂം കയറ്റാൻ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ കഷ്ടപ്പെട്ടിട്ട് എന്നെ സൂം കയറ്റിയത്. അന്നപ്പോ സൂം കേൾക്കുന്ന പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സൂമിൽ കയറിയില്ല എങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ബിസിനസ് യാസിന മേഡത്തിന് രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, നിരന്തരം എന്നെ മോർണിംഗ് മീറ്റിൽ കയറ്റാൻ ശ്രമിച്ചത്. അൽഹംദുലില്ലാ അവരെ പേടിച്ചിട്ട് കയറി എന്ന് തന്നെ പറയാ. കാരണം ഉമർ ഉസ്താദിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ അന്ന് മോർണിംഗ് മീറ്റ് കയറിയത്. ആ മോർണിംഗ് മീറ്റ് കയറിയ കാരണം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു DTC റാങ്കിലായാലും എൻ്റെ വീട്ടിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഉമർ ഉസ്താദിന്റെ, റഷീദ് സാറിന്റെയും, ബിൻഷിറ മേഡത്തിന്റെയും, സാബിത് സാറിന്റെ ഇടപെടലുകൾ കൊണ്ടാണ്, നമ്മളെ ഫോളോ അപ്പ്. അപ്പൊ അവിടെ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തു. മോർണിംഗ് മീറ്റ് കേൾക്കുന്ന സമയത്ത് ധാരാണി സാറെ ക്ലാസ്സും മറ്റുള്ള ആളുകളുടെ റിസൾട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കും മനസ്സിലായി എൻ്റെ വീട്ടിൽ കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങള്. ഓരോ ചൊറിന്റെ രോഗമായാലും മോൻക്കുള്ള പ്രശ്നങ്ങളായാലും എനിക്കുള്ള പ്രശ്നങ്ങളായാലും അതൊക്കെ ലീഡേഴ്സിനോ ചോദിച്ചുകൊണ്ട് എന്ത് പ്രൊഡക്റ്റാ കഴിക്കേണ്ടത് ചോദിച്ചു മനസ്സിലാക്കി ഫസ്റ്റ് തന്നെ എൻ്റെ മോൾക്ക് സ്റ്റാർട്ട് ചെയ്തു. മോൾക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മോൾക്ക് നല്ല രീതിയിലുള്ള പ്രസവിച്ച് ഒരു 8 മാസം പ്രായമായ സമയത്ത് തുടങ്ങിയ ഒരു ചൊറിയായിരുന്നു. ആ ചൊറിക്ക് കൊടുക്കലൊടുങ്ങി. ഞാൻ ഇതിൽ സൂമിൽ പങ്കുവെച്ചതാണ്. പക്ഷെ തുടക്കക്കാരായ ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. അപ്പൊ ചൊറി എന്താ വെച്ചാൽ എവിടെ കാണിച്ചാലും മണ്ണിന് അലർജി എന്നാണ് ഡോക്ടേഴ്സ് പറയല്. പക്ഷെ അവിടെയാണ് നമ്മളെ പ്രൊഡക്റ്റ് ആയ ബ്ലഡ് പ്യൂരിഫയർ, ന്യൂട്രി ലൈഫ്, നീം സോപ്പ്, വോണ്ട് ഹീല് ഉപയോഗിച്ച് സ്പൈറുലിനെ ഉപയോഗിച്ച് അന്ന് ലീഡേഴ്സിനോട് ചോദിച്ച സമയത്ത് ഉമർ ഉസ്താദ് നിർദ്ദേശിച്ച പ്രൊഡക്റ്റ് ആണത്. അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവക്ക് ചൊറി അധികരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം സ്കൂളിൽ പോകുന്ന മോള് 1 മാസത്തോളം സ്കൂളിൽ പോവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം അത്രയും ഇതിങ്ങോട്ട് അധികരിച്ചിട്ട് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ ഞാൻ ഉമർ ഉസ്താദിനെ വിളിക്കും, റഷീദ് സാറെ വിളിക്കും, ഇത് എന്ത് പ്രൊഡക്റ്റ് ആണ്, കുട്ടി ഇങ്ങനെ അധികരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റും. അവിടെയും എന്നെ ക്ഷമയോടെ, എന്നെ സമാധാനത്തോടെ
ഉമർ ഉസ്താദ് എന്നോട് പറഞ്ഞു, അസിന മേഡം അങ്ങനെ അധികം ആവട്ടെ, നിങ്ങൾ ക്ഷമിച്ച് നിൽക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് മാറും എന്നുള്ളൊരു ധൈര്യവും ഒരു കോൺഫിഡന്റും എനിക്ക് ഉമർ ഉസ്താദും റഷീദ് സാറും ബിർഷിറ മേഡവും എനിക്ക് തന്നു. ആ സമയത്ത് മോളോടും ഞാൻ പറഞ്ഞു, മോളെ നീ ധൈര്യപ്പെട്ട് നിൽക്ക്, അവരിങ്ങനെ പറയുന്നുണ്ട്, അവര് ഇത് കൊടുത്തിട്ടുള്ള മാറിയ റിസൾട്ട് അയക്കിയാൽ നമ്മൾ ആ നാട്ടുകാരനായ ഉമർ ഉസ്താദ് ഇങ്ങനെ പറയണേ എങ്കിൽ അതിൽ എന്തോ ഒരു ഇതുണ്ടാവും, അതുകൊണ്ട് മോള് ധൈര്യപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞ് 1 മാസത്തോളം സ്കൂള് ലീവാക്കി. ഈ കാല് കൊണ്ടുപോയാൽ കുട്ടികൾ കളിയാക്കുമ്പോഴെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ അർപ്പാവും, മിൻഹന്റെ കാല് കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നൂല എന്നൊക്കെ പറഞ്ഞ് എന്റെ മോളെ കുറെ കുട്ടികൾ പരിഹസിക്കും. അപ്പൊ ആ ഒരു വിഷമൊക്കെ നേരിട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പറയുകയാണെങ്കിൽ ഒരു 3-4 മാസം കൊടുത്ത സമയത്ത് അത് നോർമലായി മാറി. എന്താ വെച്ചാൽ അത്രയും അധികരിച്ചിട്ടുണ്ട്. അധികരിക്കുക എന്ന് പറഞ്ഞാല് ഒരു തുണിയിലൊക്കെ നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാല് നീരൊലിച്ചു പോന്നു കഴിഞ്ഞാൽ ആ തുണി പിന്നെ നമുക്ക് തിരുമ്പി നന്നാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു. അത് ഒഴിവാക്കി കത്തിക്കലായിരുന്നു. ആ ഒരു രീതിയിൽ മാറ്റി. അൽഹംദുലില്ലാ 3-4 മാസം കഴിഞ്ഞ സമയത്ത് കാല് ഫുള്ള് നോർമലായി. പിന്നെ വോണ്ട് ഹീൽ ഉപയോഗിച്ചും കൊണ്ട് കാൽമേലുള്ള കലകളൊക്കെ പോക്കിയെടുത്തു. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് അത്രയും ഗുണമുണ്ടായിട്ടാണല്ലോ ഇത് ഇത്രയും കാലം പഴക്കമുള്ള ഒരു ചൊറി മാറി കിട്ടിയത് എന്നുള്ള ഒരു സന്തോഷത്തിലും സമാധാനത്തിലുമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മോനിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനും ഡോക്ടേഴ്സിനെ കാണിച്ച് മരുന്ന് കഴിക്കലാണ്. കാരണം വെച്ചാൽ അവനൊരു +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ മുഖത്തൊരു മുട്ടുസൂചി പോലും കുത്താൻ ഇടയില്ലാതെ മുഖക്കുരു നിറഞ്ഞിട്ട് പുറത്തും നെഞ്ഞിലും ഒക്കെ ആ കുരുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ ഞാൻ എന്ത് ചെയ്ത്, ഋഷി സാറും ഉമർ ഉസ്താദും പറഞ്ഞു ബ്ലഡ് പ്യൂരിഫയർ കഴിക്കാൻ പറഞ്ഞു, നീം സോപ്പ് ഉപയോഗിക്കാനും പറഞ്ഞു, ഫേസ് വാഷ് 3-1 ഫേസ് വാഷ് ഉപയോഗിക്കാനും പറഞ്ഞു. ആ ഒരു രീതിയിൽ അവനും ഉപയോഗിക്കാൻ കൊടുത്തു. അതേപോലെ തന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ സമയത്ത് ഫുള്ള് നോർമലായി. അപ്പൊ അവിടെയും എനിക്ക് കിട്ടിയ കോൺഫിഡന്റ്, എന്റെ വീട്ടിൽ ഉപയോഗിച്ച സംഭവത്തിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ സമയത്ത് എനിക്ക് ഒന്നും കൂടി കോൺഫിഡന്റ് ആയി. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് എടുക്കലും എനിക്ക് സെയിൽ ചെയ്യാനും ഒക്കെ ഒരു കോൺഫിഡന്റ് കിട്ടി. അന്നപ്പോ ഞാനും ഒരു രോഗി തന്നെ എന്ന് തന്നെ പറയാം. എന്റെ ശരീരത്തിലേക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മരുന്നുകളൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു രോഗി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഷോപ്പും കാര്യമൊക്കെ ആയിട്ട് പോകുന്നത്. അലർജി ആയിട്ടും ശ്വാസമുട്ടലുകളായിട്ടും അല്ലാത്ത ബ്രസ്റ്റിന് ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മക്കളത് മാറിയ സമയത്ത് നമ്മളും ഉപയോഗിക്കാൻ തുടങ്ങി പ്രൊഡക്റ്റുകൾ. ആ ഉപയോഗിച്ച സമയത്ത് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. ആ ഒരു കോൺഫിഡന്റ് ആണ് ഇന്ന് എന്നെ ഈ ഒരു രീതിയിൽ പിടിച്ചു നിൽക്കാൻ, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് തന്നെ പറയാം. എന്നിട്ടും ഞാൻ അവിടെ എന്താക്കിയിട്ടുണ്ട്, കുറച്ചു കാലം ഞാൻ മാറി നിന്നത് പോയത് കൊണ്ടാണ് ഒരു വർഷത്തോളം ഞാൻ എന്താക്കിയിട്ടില്ല, സെയിൽ ചെയ്യുക, പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നല്ലാതെ ഒരു ടീമിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല, മെനക്കെട്ടിയില്ല. കാരണം എനിക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഷോപ്പിൽ ഒഴിവാക്കി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു പുറത്തിറങ്ങി പോവാനൊന്നും പറ്റാത്ത രീതിയിലായി. അപ്പൊ പിന്നെ എൻ്റെ ശ്വാസമുട്ടിന് വേണ്ടി ഞാൻ നമ്മളുടെ ആയുഷ്വാസ് കഴിച്ച സമയത്ത് അതിലും നല്ല മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ കിട്ടി. ഞാൻ ഇൻഹീലർ വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഞാനിത് അടുത്ത് സൂമിൽ റിവ്യൂല് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിരന്തരം രാവിലെയും രാത്രിയും ഇൻഹീലർ വലിക്കലും ഇംഗ്ലീഷ് ഗുളിക കഴിക്കലും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന, കാരണം സ്റ്റിച്ചിങ് മേഖലയിലൊക്കെ ആകുന്ന സമയത്ത് നല്ല പൊടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ രോഗത്ത് നിന്ന് നമുക്കൊന്ന് പിന്തിരിയാൻ പറ്റൂല. കാരണം ഒരു ശ്വാസമുട്ടുള്ള ആളെ ലക്ഷണം എന്ന് തന്നെ പറഞ്ഞാല് ഒരു 2-3 സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് ഒരു കിതപ്പ് തുടങ്ങും. തുടക്കക്കാരായ ആളുകൾക്കൊക്കെ ഈ ശ്വാസമുട്ട് വരാനുള്ളൊരു ലക്ഷണാണ്. അതേപോലെ തന്നെ നമ്മള് ലേഡീസ് ആവുന്ന സമയത്ത് നമ്മളെ വീട്ടിലൊരു മീന് പൊരിച്ചാൽ മതി, ആ പൊരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു മുളകിന്റെയും ഒരു ഗന്ധല് നമുക്ക് ശ്വാസകോശ കൊയലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കുണ്ടാവും പെട്ടെന്നൊരു ശ്വാസം കിട്ടാത്ത പോലെ. തുടക്ക സമയത്തൊക്കെ എനിക്ക് അങ്ങനെയും വന്നീനെ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ആയുശ്വാസ് പരിചയപ്പെട്ടു. ഇതിന് ധാരാണി സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് കവചം ആയിരുന്നു കൂടുതൽ കഴിച്ചീന്.
ആ സമയത്ത് എനിക്ക് കൂടുതലാക്കി അതിൽ പങ്കുവെക്കുകയാണ് ഞാൻ. കാരണം ശ്വാസമുട്ട് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അപ്പൊ ധാരാണി സാറ് പറഞ്ഞു എന്നോട്, മേഡം നിങ്ങള് കവചല്ല, സാർക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, സാറാണ് എനിക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. കവചല്ല കഴിക്കേണ്ടത്, നിങ്ങൾ ആശ്വാസാണ് കഴിക്കേണ്ടത്. അന്ന് ഞാൻ കവച അവിടെ മാറ്റി വെച്ച് ആശ്വാസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ആശ്വാസ് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, ഇൻഹിലർ വലിക്കുന്നുണ്ട്. അത് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, 2 നേരം നമ്മുടെ ആശ്വാസ് കഴിക്കും. ഒന്നെങ്കിൽ ചുടുവെള്ളത്തിൽ കലക്കി കഴിക്കും, അല്ലെങ്കിൽ ലേഹമായിട്ട് തന്നെ ഉപയോഗിക്കും. 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ചോദിക്കൂ എത്ര മാസം കഴിച്ച് എന്ന് ചോദിക്കൂ. പക്ഷെ അവിടെ എനിക്ക് എനിക്ക് നല്ല രീതിയിലുള്ള ശ്വാസമുട്ട. കാരണം ശ്വാസമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ എവിടെയും സ്ഥലം പോരാ. അന്നപ്പോ തന്നെ ഒന്നെങ്കിൽ കാറിലോ ആംബുലൻസിലോ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ശ്വാസമുട്ട് നിർത്തുന്ന ഒരു രീതിയായിരുന്നു. മക്കൾക്കൊക്കെ പേടിയാവുന്ന രീതിയിൽ ഉമ്മ ഇപ്പം മരിച്ചു പോവോന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ശ്വാസമുട്ടാണ് എനിക്ക് ഉണ്ടാവാറ്. അപ്പൊ അവിടെയാണ് നമ്മള് ഈ നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കണ്ട സമയത്ത് നമ്മൾ നിരന്തരം എന്ത് ചെയ്തു, ആശ്വാസ് കഴിച്ചു. എത്ര ബോട്ടിൽ കഴിച്ചു? ചില ആളുകൾ ചോദിക്കും, ഇപ്പൊ തുടക്കക്കാരായ ആളുകളൊക്കെ ചോദിക്കും എത്ര 3 മാസം കഴിച്ചാൽ മതിയോ? ഞാൻ അവിടെ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, എന്റെ കാലങ്ങളോളം എനിക്കിത് തുടങ്ങി അന്ന് മുതലേ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് എന്റെ രോഗത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റം വരുത്തുന്ന ആ സമയത്താണ് നമ്മൾ ആശ്വാസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ 3 മാസം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറി കിട്ടുമോ? നമ്മൾ ജീവിതത്തിൽ തുടങ്ങിയ ഒരു രോഗം ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര കാലം മാറ്റം വരുന്നോ ആ മാറ്റം വരുന്ന സമയം വരെ നമ്മൾ ആശ്വാസ് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഞാനൊരു 8 മാസത്തോളായി ആശ്വാസ് നിർത്തിവെച്ചിട്ട് ഇൻഹിലർ വലിക്കുന്നുമില്ല, ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്നുമില്ല. ഇപ്പൊ ഞാൻ നോർമലി ആളായിട്ട് സദാ ഒരാളുകൾ എങ്ങനാണോ അതേ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാന് ആശ്വാസിന്റെ ഗുണമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കുക, ശ്വാസം മുട്ടിയിട്ട് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല. ആർക്കെങ്കിലും ഈ ഒരു കിതപ്പോ, സ്റ്റെപ്പ് കയറുന്ന സമയത്തുള്ള ഒരു കിതപ്പോ, വീട്ടിലൊരു മീൻ പൊരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കൊരെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു അലർജി ഉള്ളിൽ നമ്മളെ ശ്വാസകോശ കോയലിന് പ്രശ്നം ഉണ്ടായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ആശ്വാസം നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിൽ നിന്നും പിന്തിരിയാൻ പറ്റും. നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് കഴിക്കേണ്ട പ്രൊഡക്റ്റ് അല്ലല്ലോ. നമ്മളത് വെൽനെസ് ആണ്, നമ്മൾ ഇൽനെസ് അല്ലല്ലോ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മളുടെ കൈമേലുള്ള പ്രൊഡക്റ്റ് വിറ്റ് നടക്കാതെ നമ്മളെ രോഗം എന്താണോ ആ രോഗത്തിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്റെ 1.5 വർഷത്തോളം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഉപയോഗിക്കുക, റിസൾട്ട് കിട്ടുക, ഈ ഒരു രീതിയിൽ പോയി. ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ഗിഫ്റ്റ് വിൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് വിൻ ചെയ്യും. അന്നപ്പോ ഒന്നും എന്തല്ല, ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് പോയതല്ല. അപ്പൊ എനിക്ക് പ്രൊഡക്റ്റ് സെയിലാക്കാൻ പറ്റുകയും എന്റെ വീട്ടിൽ ഒന്നുമില്ല എങ്കിൽ എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ ഋഷി സാറ് ഗിഫ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വിൻ ചെയ്യും. ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നിയത്, ഈ ഒരു ബിസിനസ്സിൽ TC കഴിഞ്ഞ് ATC ഒക്കെ എത്തിയ സമയത്ത് ഇനി ഞാൻ ഇങ്ങനെ പോയാ പോരാ, ഈ ഒരു ഷോപ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്താൽ എനിക്ക് എവിടെയും എത്താൻ പറ്റൂല. ഷോപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നും നമുക്കൊരു ബാധ്യതയാണ്. കാരണം എന്നും ഷോപ്പിൽ സാധനം ഇറക്കി വെക്കും. ചിലപ്പോ 12 പീസ് ഇറക്കി വെച്ചാൽ 3 പീസായിരിക്കും അതിന് പോവുക, ബാക്കി പോവില്ല. അപ്പൊ അവിടെ നമുക്ക് നഷ്ടങ്ങളെ ട്രഡീഷണൽ ബിസിനസ്സിലുള്ളൂ, അവിടെ ലാഭങ്ങളില്ല. അപ്പൊ ആഴ്ചകളിൽ ഈ കച്ചവട സെയിലിന്റെ സാധനത്തിന്റെ ക്യാഷിന് വരുന്ന സമയത്ത് നമ്മൾ തെണ്ടിത്തിരിയ എന്നൊക്കെ പറയലുണ്ട്. ടെൻഷൻ പിടിച്ച ഒരു ജീവിതത്തിലാണ് അന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഋഷി സാറോട് ഇങ്ങനെ ചോദിക്കും, ഞാൻ ഷോപ്പ് ഒഴിവാക്കട്ടെ ചോദിക്കുന്ന സമയത്ത് ഋഷി സാറ് പറയും, സിനിമയുടെ അതിനൊന്നും ആയില്ല, നിങ്ങള് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവാക്കിയാൽ മതി. എന്താ സാർക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള രീതിയിലാണ് സാറ് പറഞ്ഞത്. പക്ഷെ എന്റെ ഒരു ഒറ്റ തീരുമാനത്തിൽ കൂടെ, ഞാൻ ആരും ലീഡേഴ്സ് പറഞ്ഞിട്ടൊന്നും ഒഴിവാക്കിയതല്ല, എന്റെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ പിന്നെ ഈ ഒരു ട്രഡീഷണൽ നിന്നുകൊണ്ട് എനിക്കൊരു ഈ ബിസിനസ്സിനെ വളർത്താൻ പറ്റൂല എന്നുള്ളൊരു തോന്നല് ഞാൻ തുറന്ന ഷോപ്പാണ്. അവിടെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു സമ്മതമോ മക്കളെ സമ്മതമോ ഒന്നും എനിക്ക് അവിടെ ആവശ്യമില്ല. എന്റെ തല ഉപയോഗിച്ച് പ്രവർത്തിച്ച് ഉണ്ടാക്കിയ ഒരു ഷോപ്പായ കാരണം
എനിക്ക് അവിടെ എന്താക്കാൻ പറ്റി? എനിക്ക് ഒരാളെ എന്റെ കുടുംബത്തിന്റെയോ വേറൊരാളെയോ ഒരു തീരുമാനത്തിലൊന്നും കാത്തിരിക്കാതെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ആ ഷോപ്പാട്ട് ഒഴിവാക്കി, ഫുട്വെയർ ഒഴിവാക്കി, റെഡിമെയ്ഡ് ഷോപ്പ് ഒഴിവാക്കി, സാധനങ്ങളൊക്കെ പഴയ സാധന ഷോപ്പ് എടുക്കുന്ന ആളുകൾക്കൊക്കെ കൊടുത്തു. ഒരു ഷോപ്പ് നിറച്ചു ഫുട്വെയർ, ചെരുപ്പ് ഉണ്ടായിരുന്നു. ജ്യേഷ്ഠത്തിന്റെ വ്യാപ്ല ചെരുപ്പിന്റെ കച്ചവടമാണ്. ഓർക്ക് വണ്ടി കയറ്റി ഓർക്ക് ഓരോ ഷോപ്പിലേക്കും ആട്ട് കൊടുത്തു. ഞാൻ ഫ്രീ ആയി. ഇപ്പൊ എനിക്കൊരു റിസ്കും ഇല്ല. കാരണം നമുക്ക് ഏത് ഭാഗത്ത് ബിസിനസ് പറഞ്ഞാലും ഏത് രീതിയിലും ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യത്തോടു കൂടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. കാരണം നമ്മുടെ ഇനി ആര് MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിനെ കമ്പനീനെ കുറിച്ച് ആര് കുറ്റങ്ങൾ പറയാണ് എങ്കിലും അവിടെ നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡന്റ് നമ്മളെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിന്റെ അടുത്തും നമുക്ക് എന്ത് പോയി പറയാം? നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എവിടെയോ ഒരു പതറലില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മളൊരു കൊടീശ്വരനാവാനല്ല ഞാൻ ഇതിൽ വന്നത്. സാവധാനത്തിലാവും. ഇന്നില്ലെങ്കിൽ നാളെ തന്നെയെങ്കിലും പന്നൂരിലും ഒരു CTC ഇനിയും വരും. കാരണം എന്താ വെച്ചാല് അവിടെ നമുക്ക് അഭിമാനത്തോടെ പറയാം. കാരണം നമ്മളെ പുറത്ത് എവിടെയോ ദൂരെ എങ്ങാനോ അല്ല നമ്മളൊരു CTC പറഞ്ഞത്. നമ്മുടെ പന്നൂര് നാട്ടിൽ തന്നെയാണ് CTC പറഞ്ഞത്. എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളതും ഞങ്ങൾക്കൊക്കെ അറിയാം. ഉമർ ഉസ്താദ് എങ്ങനെ ആയിരുന്നു പണ്ടത്തെ കാലത്ത്, അവരെ ജീവിത ശൈലി എങ്ങനെ ആയിരുന്നു, അവരെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെ ഫാമിലി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോ ആ ഒരു കമ്പനിയിലാണ് ഉമർ ഉസ്താദിന് കിട്ടിയ 10 അക്ക നമ്പർ എന്നാണ് എനിക്കും കിട്ടിയത്. അതേപോലെയുള്ള അക്കത്തിന് മാറ്റം ഉണ്ടാവും എന്നല്ലാതെ ആ കമ്പനിയാണ് അതുപോലെയുള്ള 10 അക്ക നമ്പർ എന്നാണ് എനിക്കും കിട്ടിയത്. അപ്പോ ഇന്നില്ലെങ്കിൽ നാളെ തന്നെയെങ്കിലും ഞാനും എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങാനുള്ള ഒരു അവസരം നമുക്ക് ഉമ്മർ ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഉമ്മർ ഉസ്താദിനാണ് ഞാൻ അന്ന് എന്താക്കിയത്, അളന്നത്. എന്ത്? ഉമ്മർ ഉസ്താദ് പറഞ്ഞിട്ട് അപ്പം ബിസിനസ് കയറിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ എനിക്ക് വന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ആരാണോ ബിസിനസ് പറയുന്നത് എന്നല്ല. ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി അവിടെ അവരെ ലീഡർ ക്വാളിറ്റിയിൽ ഉണ്ടോ, അവരൊരു ബിസിനസ്സിൽ ആത്മാർത്ഥമായി ഏറ്റെടുത്ത ഒരു വ്യക്തിയാണോ, ബിസിനസ് കമ്പനി എങ്ങനാണ്, പ്ലാൻ എങ്ങനാണ്, പ്രൊഡക്റ്റ് എങ്ങനാണ് എന്നൊക്കെ നമ്മൾ അവരിൽ നിന്നൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ആളെ അളക്കാതിരിക്കുക. കാരണം നമ്മളിപ്പോ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. നമ്മളൊരു ഒരു വ്യക്തി ഇപ്പോ ഒരു ബിസിനസ് പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ എല്ലാരും ചിന്തിച്ചീനിയെങ്കിൽ ഉമ്മർ ഉസ്താദിന് ഇന്ന് അങ്ങനെ എത്താൻ പറ്റൂല. പക്ഷെ എന്റെ നാട്ടുകാരനായ ആളായത് കൊണ്ടാണ് ഞാൻ അത് ചിന്തിച്ചു പോയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു വ്യക്തി, കാരണം ഞാൻ ഏത് സമയവും ഉമർ ഉസ്താദിന്റെ തൊട്ട സ്ഥാപനം മദ്രസ ആണ്. ആ മദ്രസയില് എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാ കാര്യത്തിനും പങ്കെടുക്കുന്ന ഒരാളാ. അപ്പോഴും ഉമർ ഉസ്താദിനെ ഞാൻ കാണലും ഉമർ ഉസ്താദിന്റെ വീട്ടിലൊരു നിരമ്മൽ ഒരു തെസ്ബിയാലയായിട്ട് ഇരിക്കും. പക്ഷെ ദിക്കറ് ചെല്ലുന്ന ഏത് സമയം ഒരു ദിക്കറില് കണ്ടുകൊണ്ട് അപ്പൊ ഈ ഒരു സാധു ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ചെയ്യാ എന്നുള്ള ഒരു തോന്നലായിപ്പോയി എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ഇതിലുള്ള ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത് നമ്മൾ ആളെ അളക്കാതെ നമ്മളെ കമ്പനീനെ പറ്റിയിട്ടും നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ ഈ ഒരു DTC എന്ന റാങ്കിൽ എത്തിയത് എനിക്കൊരു എന്റെ ഓർഗ് 1 കോടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ പോലും അറിയാതെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ 1 പോകുന്നത്. കാരണം എന്റെ കഴിവിന്റെ പരമാവധി അവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, എല്ലായിടത്തും ചിലപ്പോ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല. പക്ഷെ എന്നാലും കഴിവിന്റെ ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഓർഗ് 2ലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് നമ്മളെ കൂടെ വരുന്ന ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മളെ ജ്യേഷ്ഠത്തിയെ അനിയത്തിയെ പോലെ കണ്ടുകൊണ്ട് ആ പുരുഷന്മാര് വന്നാൽ നമ്മളെ ആങ്ങളമാരെ പോലെ നമ്മളെ ഉപ്പനെ പോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസിനെ വളർത്താൻ ഒട്ടും വിഷമല്ല. പക്ഷെ പല ഉമ്മന്റെയും ഉപ്പന്റെയും പല ഉപ്പയുടെയും അച്ഛന്റെയും അമ്മന്റെയും മക്കളായിരിക്കും നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ അവരോട് നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് വിജയിക്കാൻ
എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, ഓരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്രേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് നല്ലോണം ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഇതിനോട് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടാണെന്ന് ഞാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നാളുകളിൽ ZTC ആയിട്ടും STC ആയിട്ടും RTC ആയിട്ടും NTC ആയിട്ടും CTC ആയിട്ടൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ വരും എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഉസ്താദ് ഈ ഒരു ഗ്രൂപ്പിൽ സൂമിൽ ഉണ്ടാവും. ആ ഉസ്താദിന് നിങ്ങളൊക്കെ മുന്നിൽ വെച്ച് ഞാനൊരു വാക്ക് കൊടുക്കുകയാണ്. പന്നൂരിന്റെ മണ്ണിൽ ഇനിയും CTC പിറക്കുന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരും തലമുറകളിലേക്ക് കാണാം. പെട്ടെന്നായിട്ടില്ല എങ്കിലും ഏതായാലും നമ്മൾ എത്തിപ്പെട്ട ഈ ഒരു മേഖല, ലേഡീസ് ഒക്കെ ഇതിൽ സൂം കേട്ട് ഇരിക്കുന്നുണ്ടാവും. ഞാനും നിങ്ങളെപ്പോലെ ഒരു ലേഡീസ് തന്നെയാണ്. എനിക്ക് വേറെ കഴിവുകളൊന്നുമില്ല. ഞാൻ വെറും SLC 10ാം ക്ലാസ് പഠിച്ച് തോറ്റിട്ട് ഒരു 2 മാസം ഒരു തുന്നൽ മേഖലയിൽ ടെൻഷൻ മാറാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് 10-15 വർഷത്തോളം പിന്നെ മെഷീൻ കാണാതെ എന്ന് പറഞ്ഞ് പിന്നാണ് മെഷീൻ കണ്ടത്. ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും 10 മുക്കാൽ കിട്ടാൻ വേണ്ടി പിന്നെ സ്വന്തം മനസ്സിന്ന് ഉപയോഗിച്ചാണ് സ്റ്റിച്ചിങ് മേഖലയിലേക്ക് പോയത്. പക്ഷെ അതൊക്കെ ഇപ്പൊ എന്റെ മെഷീനുകളൊക്കെ അവിടെ സൈഡാക്കി വെച്ചേ എന്ന് തന്നെ പറയാം. ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഒക്കെ ഓർമ്മകൾക്കായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്മേലൊന്നും ഇരിക്കാനുള്ളൊരു നേരം ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു പോകുന്നത് കൊണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ കേട്ടിരിക്കുന്ന ലേഡീസുകളൊക്കെ ചിന്തിക്കുക, ഏതൊരു വ്യക്തിക്കും ഇത് സാധിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. നമ്മളെ കൊണ്ടുപോകുന്ന ലീഡേഴ്സിനെ നമ്മൾ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കുറ്റങ്ങളും കുറവുകളും മാത്രം നമ്മൾ കണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റൂല. കാരണം എനിക്ക് റഷീദ് സാറും വിക്ഷിത മേഡത്തിനും സാബി സാറും ഉമറുസ്ഥാനോടൊക്കെ കുറെ പൊരുത്തപ്പെടിപ്പിക്കാനുണ്ട്. ഞാൻ പൊരുത്തപ്പെടിപ്പിക്കലുമാണ്. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ തുടക്ക സമയത്ത് പിടിച്ചു നിൽക്കണേ എങ്കിൽ ചെറിയൊരു പ്രയാസമല്ല ഉള്ളത്. അപ്പോ ഇതിലുള്ള തുടക്കക്കാരോടാണ് പറയുന്നത്, പിടിച്ചു നിൽക്കുക. ചെറിയ തുടക്ക സമയത്ത് ചെറിയ വരുമാനങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ ലീഡേഴ്സ് നിങ്ങളോട് പറയും പിടിച്ചു നിൽക്കി. അവിടെ പിടിച്ചു നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ടീം ആയിട്ടില്ല എങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ കഴിയും. ആ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ MRP എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. ഇന്ന് അൽഹംദുലില്ലാ എന്റെ ഈ ഷോക്കേസിലുള്ള സാധനങ്ങൾ മുഴുവനും പോരാത്തത് മറ്റേ ഷോക്കേസിലുണ്ട്. ഈ സാധനങ്ങളൊക്കെ എന്റെ വീട്ടിലിരുന്നും കൊണ്ട് ഞാൻ എവിടെ ബാഗിലിട്ടോ എവിടെ ഒന്നും കൊണ്ടുപോയിട്ടൊന്നും ഞാൻ ഇപ്പൊ സെയിൽ ചെയ്യുന്നില്ല. തുടക്ക സമയത്തൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ വർക്കിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് കൈമ പിടിക്കും. ആളുകളെ ജസ്റ്റ് നമ്മൾ പുതിയ ആളുകളൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ എടുത്തു പിടിക്കല്. അല്ലാത്ത പക്ഷം എന്റെ വീട്ടിൽ വന്ന് വാങ്ങുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫാമിലിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. പക്ഷെ അവിടെ നമുക്ക് നല്ല കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. ഏത് തുടക്ക സമയത്ത് എന്റെ ജ്യേഷ്ഠത്തി പോലും എന്നോട് ചോദിച്ചിട്ട് ഇനി ഇങ്ങനത്തെ കമ്പനി തന്നെയാണോ പോയി, ഇതുവരെ കമ്പനിയിലൊക്കെ ചേർന്നിട്ട് എനിക്ക് എന്തോ കിട്ടിയിരിക്കുന്നോ, ഇനി ഈ കമ്പനിയിൽ. അപ്പൊ ഉമ്മയും ഉപ്പയും കുടുംബത്തിൽ നിന്നൊക്കെ നല്ല എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെ എന്തോ ഒരു മനപ്പൊരുത്തം പോലെ, നമ്മളെ എന്തോന്ന് പറയലുണ്ടല്ലോ, ഒരു ദൈവദൂതനെ പോലെ എത്തിപ്പെട്ട പോലെ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ അതേപോലെ ആയിരിക്കും ഈ ഒരു കമ്പനിയിൽ എത്തിപ്പെടാൻ പറ്റിയതും. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്റെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എന്റെ പ്രൊഡക്റ്റ് ഇവിടെ കൊടുക്കാൻ ആര് വേണ്ട, സ്റ്റാഫ് വേണ്ട, റൂമിന് വാടക വേണ്ട, റെന്റ് ഒന്നും വേണ്ടാതെ തന്നെ എന്താക്കാൻ പറ്റുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് സെയിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് നരുക്കിനി ഭാഗത്തുനിന്ന് വരെ പേസ്റ്റ് വാങ്ങാൻ ആളുകൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ തുടക്ക സമയത്ത് നമ്മൾ അറിയുന്ന നരുക്കിനി ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിപ്പിച്ചു. അപ്പൊ തുടക്കക്കാരായ ആളുകള് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മടി കാണിക്കാതെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് പുറത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ഞാൻ വേറൊരു ടീമിൽ കണ്ടതാണ്. എൻ്റെ വീട്ടിന്റെ അടുത്ത് ഒരാൾ വന്നു,
ഇതുപോലെ ബാഗിലിട്ട് കൊണ്ട് പ്രൊഡക്റ്റ് കൊടുത്തു. ഫേസ് വാഷാ കൊടുത്തത്. പക്ഷെ അവരെന്ത് ചെയ്തു, ഓരോ നമ്പർ വാങ്ങി ഇവര് ഓരോ നമ്പർ വാങ്ങുകയും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചപ്പോ നല്ല റിസൾട്ട് കിട്ടി. ആ സമയത്താണ് ഇവർ എന്റെ സ്റ്റാറ്റസ് കാണുന്നത്. സ്റ്റാറ്റസ് കണ്ട സമയത്ത് ഇവരെന്ത് ചെയ്ത്, തങ്ങളടുത്തുള്ള ഫേസ് വാഷ് ഇതാണോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അത് ഞങ്ങളെ കമ്പനീന്റെ സാധനം. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു താത്ത കൊണ്ടുവന്നതേനു, ആ താത്ത എന്റെ നമ്പർ വാങ്ങി പോയിക്കിന്ന്, താത്തന്റെ നമ്പർ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, നിങ്ങൾ ഓരോരുത്തരും ഓരോ വീടുകളിൽ പോയി പ്രൊഡക്റ്റ് കൊടുക്കും. പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരോട് നിങ്ങൾ നമ്പർ വാങ്ങും. നിങ്ങളെ നമ്പർ അവർക്ക് കൊടുക്കാതെ പോന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ വിളിക്കാനുള്ള അവസരമല്ല. പക്ഷെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അവരെ വിളിച്ചു നോക്കുന്നില്ല, ഫോളോ അപ്പ് ഇല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അത്രക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് 10 ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവർക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വാങ്ങാനുള്ള ഒരു ഇതും ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ള ആളുകളിലുള്ള സ്റ്റാറ്റസോ കാര്യമോ കാണുന്ന സമയത്ത് അവർ വേറെ ആളുകളിലേക്ക് പോകും. ഇപ്പൊ അവൾ എന്താക്കി, സ്ഥിരമായിട്ട് എന്റെ അടുത്തുനിന്ന് ബിസിനസ് ആയിട്ട് ചെയ്യുന്നില്ല എങ്കിലും സ്ഥിരമായിട്ട് പേസ്റ്റ് ആയിട്ടും ഫേസ് വാഷ് ആയിട്ട് പല പ്രൊഡക്റ്റുകളായിട്ട് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്റെ അടുത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പൊ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സൂം കേൾക്കുന്ന ആളുകൾ അങ്ങനെ എവിടെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ പോയി വീട് വീടാന്തരം കയറി പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ നമ്പർ അവിടെ കൊടുക്കുന്നതോട് കൂടിയിട്ട്, അവരെ നമ്പർ നിങ്ങൾ വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളെ നമ്പർ അവർക്കും കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ മറ്റു ടീമിലേക്കോ മറ്റുള്ള ആളുകളിലേക്കോ അവര് പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതരായി പോകും. കാരണം എന്താ വെച്ചാല് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ അവരാവശ്യമാണ്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ബാഗിലിടുക, വീട് വീടാന്തരം കയറി ചെയ്യുക, ഈ ലിസ്റ്റ് അനുസരിച്ച് പോവാതെ തന്നെ അങ്ങനെ കുറെ ആളുകൾ സെയിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ കസ്റ്റമർ നഷ്ടപ്പെടും. ഏതായാലും അങ്ങനെയുള്ള തുടക്കക്കാരൊക്കെ അത് ശ്രദ്ധിക്കണം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മൾ എത്തിപ്പെട്ട കമ്പനി അത്രക്ക് നല്ല ഒരു കമ്പനിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒന്നാമത് നമ്മളെ ബെൽനിസാർ ഒരു ടീമിലായ കാരണം നമുക്ക് എന്തോ, ഞാൻ ടുഡേ ട്രെയിനിങ് ഒക്കെ കേൾക്കാൻ പോയ സമയത്ത് ഒക്കെ കിട്ടിയ ഒരു ധൈര്യം എന്ന് പറയാം. ബെൽനിസാറെ ക്ലാസ്സിനും പല ലീഡേഴ്സിനും ക്ലാസ് കേട്ട് കുറെ ഉസ്താദുമാരെ വയലുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ബെൽനിസാർ ഓരോ വാക്കുകളും നമുക്ക് നമ്മളെ ഉള്ളിലേക്ക് ലയിച്ചു പോയൊരു വാക്കുകളായിപ്പോയി. കാരണം മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് നമ്മള് എല്ലാ ഉസ്താദുമാര് വയല് പറഞ്ഞു തന്നിക്കുന്നതെങ്കിലും ഒക്കെ അതിലൊക്കെ ഒരു ഉപരി വേറൊരു മതത്തിൽപ്പെട്ട നമ്മളോട് ഒത്തുനിന്ന് നമുക്ക് വേണ്ടി, നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ള ഓരോ അനുസരിച്ച് ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ക്ലാസ്സുകളാണ് നമുക്ക് ടുഡേ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അവിടെയും ബെൽനിസാർ അന്ന് നമ്മളോട് പറഞ്ഞത് എന്താ, ബിസിനസ് ഒക്കെ നിങ്ങൾ ചെയ്തോളി, നമ്മള് മാതാപിതാക്കളെ അനുസരിച്ചും കൊണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ സാറിന്റെ ഓരോ വാക്കുകളുമാണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്താനുണ്ടായ ഒരു കാരണം. ബെൽനിസാറ് ഒരു ഉപ്പനെ പോലെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഉപ്പന്റെ സ്ഥാനം ബെൽനിസാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ലൊരു ലീഡേഴ്സും അത്രയും നല്ലൊരു കമ്പനിയിലും അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും ആണ് നമ്മളെ കൈമേലുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാറി നിൽക്കാതെ ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ന് വരെ TC റാങ്കിലായാലും പെർഫോമൻസ് അടിച്ചുകൊണ്ടും ATCയിലായാലും കമ്പനിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടും DTCയിലായാലും ലോയൽറ്റി അടിച്ചുകൊണ്ടും സ്റ്റാർ ലോയൽറ്റി അടിച്ചുകൊണ്ടും മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ നാളുകളിലേക്ക് അള്ളാഹു താല നമുക്ക് വിചാരിച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിലുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എനിക്കിന്ന് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ വന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വിദ്യാഭ്യാസം ഒന്നും അല്ല, ഞാൻ അങ്ങനെ വിദ്യാഭ്യാസമല്ല, SLC തോറ്റൊരു വ്യക്തി. ഞാൻ ഇതിൽ വന്ന സമയത്ത് ഞാൻ റഷീദ് സാറോടും ബിൻഷി മാഡത്തിനോടൊക്കെ എന്നും പറയലുണ്ടായിരുന്നു,
ഞാൻ പല കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ കമ്പനീനെ പറ്റിയിട്ട് ആയത്ത് പഠിച്ചെടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും എനിക്ക് നടക്കുമോ എന്നുള്ളത്. പക്ഷെ ഇന്ന് റൂബി കോർഡിനേറ്റർ എത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ എന്തായി മാറി, ഒരു ലീഡേഴ്സ് ആയി നമ്മളെ മാറാൻ പറ്റി. അതെന്തുകൊണ്ട്? നമുക്ക് കൂടെ വന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ച ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ മാറാൻ പറ്റിയത്. അപ്പൊ നാളുകളിൽ നമ്മളെ കൂടെ വരുന്ന ആളുകളെയും നമ്മളെ ലീഡേഴ്സ് എന്താണോ ചെയ്തത് അതേ രീതിയിൽ നമ്മൾ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് വിജയിക്കാൻ കഴിയും. പിന്നെ പരാതികൾ മാത്രം വെച്ച് ബിസിനസ് ചെയ്യാൻ നിന്നാൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയൂല. ഇപ്പൊ റഷീദ് ബിസിനസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഞാൻ ബിസിനസ് ചെയ്യലാണ് എൻ്റെ ആവശ്യം. എൻ്റെ വീട്ടിലേക്കുള്ള മൈഷത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ എൻ്റെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്തേ പറ്റൂ. കാരണം എൻ്റെ വീടിന്റെ പണി ഫുള്ള് ഞാൻ തീർത്തു. മുകളിലില്ലായിരുന്നു, ആ മുകളിലൊക്കെ എടുത്ത് എനിക്ക് മുറ്റം വരെ കട്ട ഞാൻ ഇട്ടു. 10 ലക്ഷം റുപ്യ ബാധ്യത ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ അപ്പൊ ചോദിക്കൂ, ഇതിലുള്ള ആളുകൾ ചോദിക്കൂ, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ലേ എന്ന് ചോദിക്കൂ. പക്ഷെ ഹസ്ബൻഡ് ഉണ്ട്, ഇല്ലായിട്ടല്ല. ഹസ്ബൻഡിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മള്. ഹസ്ബൻഡ് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പൊ ആംബുലൻസ് ഡ്രൈവർമാർക്കൊക്കെ എത്രത്തോളം ശമ്പളം ഉണ്ട് എന്നുള്ളത് ഇതിലുള്ള ആളുകൾക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പൊ അവിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ആൺകുട്ടികളും ഒരു മോളും ആണ് എൻ്റെ മക്കള്. അതില് മോന് കല്യാണം കഴിച്ച ഒരു മരുമോളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ബാധ്യതകളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ എനിക്ക് ഇനി ഈ ഒരു ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ. ഈ കടങ്ങളൊക്കെ എനിക്ക് വീട്ടിയെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ നാളുകളിൽ എനിക്കേ നഷ്ടമുള്ളൂ. അതല്ലാതെ റഷീദ് സാർക്കോ ഉമർ ഉസ്താദിനോ എന്നെ കൊണ്ടുവന്ന ആളുകൾക്കോ എൻ്റെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടിനോ നഷ്ടമല്ല, എനിക്ക് നഷ്ടാണ്. അപ്പൊ നമ്മള് കൂടെ വരുന്നോലെ കൂട്ടിപ്പിടിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ ചെയ്തു കൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം ഒരു പ്രയാസവും ഇല്ല. ഒരു പേസ്റ്റ് ഉപയോഗിച്ചോന് ആ പേസ്റ്റ് കിട്ടൽ ഓന്റെ നിർബന്ധം. കാരണം മെനിയാന്ന് GTS പോയ സമയത്ത് റഷീദ് സാർ കണ്ടിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് ഒരു പേസ്റ്റ് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ്. അവരെ വീട്ടില് അവരെ വൈഫിനും മകൾക്കും നല്ല പല്ലുവേദന അതിനും പോലെ. അപ്പൊ അത് സമാധാനം കിട്ടിയ സമയത്ത് ഇതാള് ഈ സാറ് എന്നെ വിളിച്ചിങ്ങനെ പറയാ, പേസ്റ്റ് കിട്ടേണ്ടീന് പേസ്റ്റ് കിട്ടും. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന കോൺഫിഡന്റ് എത്രത്തോളം ഉണ്ട്. വെള്ളയിലുള്ള ആളാ. അപ്പൊ നിങ്ങൾ എപ്പോഴാ വരിക എന്ന് ചോദിച്ചു വിളിക്കുക. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച GTS സമയത്ത് അതാള് നളന്തേല് വന്ന് എൻ്റെ അടുത്ത് വന്ന് പേസ്റ്റ് വാങ്ങിപ്പോയി. കോഴിക്കോട് എവിടെ കിട്ടാത്ത സാധനമല്ല. അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെടുത്തു. ഇനി നാളുകളിൽ അതാള് ബിസിനസ്സിലേക്ക് ഏറ്റെടുത്ത് വരികയാണെങ്കിൽ ഏറ്റെടുത്ത് വരും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ അവര് തയ്യാറാവും. ഇത്രയൊക്കെ ഇതിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള പണിയുള്ളൂ. നമ്മൾ ആളുകളിലേക്ക് പറയാതെ മടി കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഈ ഒരു ബിസിനസ്സിന് വേണ്ട എന്താ വെച്ചാല് കുറവ് പറ്റൂല. ഒരാളോട് സംസാരിക്കാനുള്ള ഒരു പക്വത നമ്മൾ ലേഡീസായ എല്ലാ ആളുകളും ജെൻസായ ആളുകളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്താ വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ബിസിനസ്സിൽ നിന്നിട്ടുണ്ടെങ്കിൽ അന്നും കുറച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ കൊടുക്കലുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഈ ഒരു കമ്പനിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് നല്ലൊരു ധൈര്യവും ഒരു കോൺഫിഡന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് ഒരൊറ്റ കാരണം ഈ ഒരു പ്രൊഡക്റ്റാ ഇതിൽ കിട്ടിയത്. അപ്പൊ ഇത്രയും ആളുകളെ മുന്നിൽ ഇനിയിപ്പോ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വേദിയാണ് എങ്കിൽ അവിടെ സംസാരിക്കാനുള്ള കോൺഫിഡന്റ് തന്ന ഒരൊറ്റ കാര്യം ഈ പ്രൊഡക്റ്റാ. ഏതായാലും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താണ്. ആരൊക്കെ എൻട്രൈസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ബാപ്പു തങ്ങളാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. നമ്മളെ സൂം ആയാലും അതിൽ വന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെ ഉമ്രസ്ഥാന്റെ ടീം പല ടീമുകളും ഇതിലുണ്ടാവും. അപ്പൊ എല്ലാവരും മുന്നിലും വന്ന് 2 വാക്ക് സംസാരിക്കുക. എൻ്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 2 അക്ഷരം മനസ്സിലാവുകയോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ടുകളൊന്നും ഞാനൊരു കള്ളത്തരായിട്ട് പറഞ്ഞതൊന്നും അല്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. അപ്പൊ നിങ്ങൾ ആരും പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ മാറി നിൽക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഒന്നും കൂടി ഞാൻ ഒരു 2 മിനിറ്റ് എടുത്ത് പറയാണ്. ഒരു 2 ആഴ്ച മുന്നേ എനിക്ക് നല്ലൊരു തീ കൈക്ക് പൊള്ളി. ആ പൊള്ളിയ സമയത്ത് കൈക്ക് ഭയങ്കര അയലിച്ച.
ആ സമയത്ത് വേഗം വന്ന് വോണ്ട് ഹീല് പെരട്ടിയെങ്കിലും നല്ല പൊള്ളൽ പൊള്ളിപ്പോയി. പക്ഷെ ആ വോണ്ട് ഹീൽ ഉപയോഗിച്ച സമയത്ത് ആ എലിച്ചയും മാറി, അത് ഉണങ്ങി പോവുകയും ചെയ്തു. അപ്പൊ ആ ഒരു സമയം ഈ വോണ്ട് ഹീൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെ കൈമേൽ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറെ ലാഭങ്ങൾ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നുണ്ട്, നമുക്കൊരു ധൈര്യവും ഉണ്ട്. അപ്പൊ ഏതായാലും ഇത്രയും നേരം എന്റെ വാക്ക് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ സന്തോഷം അർപ്പിക്കുകയാണ്.